ഹലോ ചങ്ങാതിമാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇലക്ഷൻ ഡ്യൂട്ടിയായി രാവിലെ ഞാൻ ഇറങ്ങിയതാണ്. സമയം 7 മണിയായി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. CPM പ്രതിനിധികളാണ് എനിക്കിന്ന് ഓട്ടം തന്നത്. ആനപ്പാറയിൽ നിന്ന് ആളെ എടുത്ത് തിരുനെല്ലി പഞ്ചായത്തിലെ 11-ാം വാർഡിൽ 1-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്ത് തിരിച്ച് ആനപ്പാറ എത്തിക്കലാണ് എൻ്റെ ഡ്യൂട്ടി. അതുപോലെ തന്നെ സമയം 7 മണിയായി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നല്ല തണുപ്പുമാണ്. പണിക്ക് പോകേണ്ട ആൾക്കാരൊക്കെ വന്ന് വോട്ട് ചെയ്ത് മടങ്ങാനുള്ള പരിപാടിയാണ്. തിരിച്ചത ആളെയും കൊണ്ട് ആനപ്പാറയ്ക്ക് മടങ്ങാണ്. CPM പ്രതിനിധിയായ പ്രശാന്ത് ഉണ്ട്, സുധിയേട്ടനുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രിയങ്കരനായ നിശാന്ത് ഏട്ടനെ കാണാൻ സാധിച്ചു. ഒരു വെല്ലുമേനയും കൊണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടി വരികയാണ്. അതുപോലെ തന്നെ വണ്ടിയിലിരിക്കുന്ന എൻ്റെ അമ്മയാണ്. അമ്മേനെയും കൊണ്ടാണ് ഞാൻ രാവിലെ വന്നത്. 8:10 കൂടി വീണ്ടും ഞാൻ ബൂത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. മൈസൂർ റോഡ് ദേശീയപാതയാണിത്. ഇവിടെ പാവക്ക കച്ചവടം ചെയ്യുന്നൊരു കാഴ്ച കണ്ടു. ബൂത്തിൻ്റെക്ക് നടന്നു പോകുന്ന കുറേ ആൾക്കാരെ പോകുന്നുണ്ട്. വോട്ട് ചെയ്ത് തിരിച്ച് മടങ്ങി വരുന്ന ആൾക്കാരെ കണ്ടു. മടങ്ങി ആനപ്പാറയ്ക്ക് റിട്ടേൺ പോകുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നല്ല തിരക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ തണുപ്പെല്ലാം മാറി വെയിലൊക്കെ ഉദിച്ച് നല്ല അന്തരീക്ഷമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. തിരക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും തള്ളൊന്നുമില്ല. സമാധാനത്തിൽ വോട്ട് ചെയ്ത് തിരിച്ച് മടങ്ങിപ്പോകുന്ന ആൾക്കാരാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. രാവിലെ ഒരു ചായയും മുറുക്കും കഴിച്ചിട്ടാണ് ഇന്ന് വോട്ട് എടുത്തത്. സമയം 10:45 11 മണിയായി. ഭൂരിയും ചായയും കഴിക്കുവാണ്. തിരിച്ചത് വീണ്ടും എത്തിയിട്ടുണ്ട്. അങ്ങനെ കാലിന് സുഖമില്ലാത്തൊരു ആള് വോട്ട് ചെയ്യാൻ വേണ്ടി വന്ന കാഴ്ചയാണ് കണ്ടത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഇവിടെയുണ്ട്. വയസ്സായവരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. തിരിച്ച് ആനപ്പാറയ്ക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. ആനപ്പാറയിൽ നിന്ന് റിട്ടേൺ ബൂത്തിലേക്കാണ്. അതുപോലെ തന്നെ ഇതിങ്ങനെ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നല്ല തിരക്കാണ്, എനിക്ക് നല്ല തിരക്കാണ്. ഓട്ടം അത്യാവശ്യം നല്ല ഓട്ടമുണ്ട്. അങ്ങനെ വീണ്ടും ബൂത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ട് നമ്മൾ ഒരു ഉമ്മാനെയും കൊണ്ടുവന്നാണ് വോട്ട് ചെയ്ത് മടങ്ങാനുള്ള പരിപാടിയാണ്. അതുപോലെ തന്നെ എല്ലാ നേതാക്കന്മാരും ഇവിടെ ഉണ്ട് കേട്ടോ. CPM കോൺഗ്രസിൻ്റെ ഒക്കെ നേതാക്കന്മാരുണ്ട് ഇവിടെ. എല്ലാവരും നല്ല രീതിയിലാണ് എല്ലാവരോടും പെരുമാറുന്നത്. നല്ല സ്വഭാവമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ നാട്ടിലെ ഈ വാർഡിലെ പല ആൾക്കാരെയും കാണാൻ സാധിച്ചു. എല്ലാവരും മുഖത്തൊക്കെ നല്ല ചിരിയുണ്ട്. സ്ഥാനാർത്ഥിമാരായാലും എല്ലാവർക്കും നല്ല സന്തോഷമാണുള്ളത്. ഏകദേശം 12 മണിയോടുകൂടി നല്ല തിരക്ക് കാണാൻ പറ്റിയതാ. 2 സ്ഥാനാർത്ഥിമാരും ഇരു സൈഡിലായി നിൽക്കുന്നുണ്ട്. ആൾക്കാർ വരുമ്പോൾ ഷെയ്ക്കാണ്ട് കൊടുക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ എല്ലാവരോടും സംസാരിച്ച് നമ്മളെ സ്ഥാനാർത്ഥികൾ രണ്ടും നിൽക്കുന്നത്. BJP സ്ഥാനാർത്ഥിനെ ഇവിടെ കാണാൻ സാധിച്ചില്ല കേട്ടോ. BJP ഒരാൾക്കാരെയും ഇവിടെ കാണാൻ സാധിച്ചില്ല. അപ്പോൾ എടുത്തു പറഞ്ഞതല്ല. അതുപോലെ തന്നെ തിരിച്ചതാ തൃശ്ശേരിയിലേക്ക് വീണ്ടും ഒരു ഓട്ടം കിട്ടി. അങ്ങനെ തൃശ്ശേരി സ്കൂളിൻ്റെ ഫ്രണ്ട് വശത്താണുള്ളത്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ BJP ഒരു ബൂത്ത് കാണാൻ സാധിച്ചു. നല്ല മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് നല്ല കൊടിയും തോരണൊക്കെ കെട്ടി അടിപൊളിയായിരുന്നു കാണാൻ. അതുപോലെ തന്നെ നീങ്ങി ചെന്ന സമയത്ത് വീണ്ടും ഒരു CPM ബൂത്ത് കാണാൻ സാധിച്ചു. അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ബൂത്ത്, എല്ലാവരും നല്ലോണം കൈകാര്യം ചെയ്യുന്നൊരു ശില്പ് കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നൊരു ബൂത്ത്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഒരു ബൂത്ത് കാണാൻ സാധിച്ചു. എല്ലാവരും കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസുകാരൊക്കെ തൃശ്ശേരി സ്കൂളിൻ്റെ ഫ്രണ്ട് വശത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വീണ്ടും ഞാൻ അനന്തോത്ത് കുന്നിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അനന്തോത്ത് കുന്നിൽ ഇവിടെ CPM ഒരു ബൂത്ത് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇവിടെ ചായ കുടിച്ച് വീണ്ടും തിരിച്ച് ആനപ്പാറയ്ക്കാണ്. ഇവിടെ നാളെ എടുത്ത് ചായ എല്ലാം കുടിച്ച് വീണ്ടും ആനപ്പാറ ചെന്ന് റിട്ടേൺ വീണ്ടും ഇങ്ങോട്ട് വരണം. അങ്ങനെ ഇവിടെ ഒരു വെല്ലുമേനയും കൊണ്ട് വന്നിട്ടുണ്ട്. വെല്ലുമയ്ക്ക് ഇറങ്ങാനും സാധിക്കില്ല. അതുകൊണ്ട് വണ്ടിയിലിരുന്ന് തന്നെ വോട്ട് ചെയ്യാനുള്ളൊരു സംവിധാനം ഏർപ്പാട് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ID കാർഡും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണെങ്കിൽ വേറൊരാൾക്ക് വോട്ട് ചെയ്യാം. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അപ്പോൾ രണ്ട് സ്ഥാനാർത്ഥിമാർക്കും വിജയാശംസകൾ നേരുന്നു.